പ്രയാസം കൊണ്ട് മരണപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവ്, അദ്ദേഹത്തെ പൊലിപ്പിച്ചു കൊണ്ടുനടന്നിരുന്ന കുറെ ആളുകൾ, പറയാതെ വയ്യ, അദ്ദേഹത്തെ പൊലിപ്പിച്ചു കൊണ്ടുനടന്നിരുന്ന കുറെ ആളുകൾ, അവര് ചില ചാനലുകൾ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? എല്ലാവരും ആദരിക്കുന്ന വലിയാകുന്ന CM വലിയുല്ലാഹി മടവൂരിനെ വിലായത്തിന്റെ പരിധിയിൽ നിന്നൊക്കെ ഉയർത്തിയിട്ട് ഇസ്ലാം വിമർശകർക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള വേദി കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ച കാലത്തുള്ള കാര്യങ്ങൾ മരണപ്പെട്ട് 30ഓളം വർഷമായിട്ട് ഇതുവരെ ആരോടും മിണ്ടാതെ ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് മൈക്കും ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ മാത്രം പറഞ്ഞു കൊടുത്ത് ദഅവത്തിന്റെ മാർഗം സങ്കീർണമാക്കി അതിനെല്ലാ പിന്തുണയും കൊടുത്തു എന്ന് പ്രസംഗിച്ച് പലരും ചേർന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്. എന്തിന്? ഈ മടവൂരിന്റെ വലിയ സംഗതികൾ പ്രചരിപ്പിക്കണുണ്ട്, പക്ഷേ ശൈഖുനെ പിടിച്ചു, അതുകൊണ്ടാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പ്രസംഗം നടത്തി ഇദ്ദേഹത്തെ പുളിമക്കയറ്റി ആ ഒരു ഊക്കിൽ അദ്ദേഹം ഇങ്ങനത്തെ എല്ലാ സംഗതികളും ചെയ്തു വെച്ച് അവസാനം ഇതൊരു കുരുത്തക്കെടുക്ക് എത്തിയപ്പോ, ഒരു സങ്കീർണതയിലേക്ക് എത്തിയപ്പോ ഇതിന്റെ പാപം മൊത്തം മറ്റു ചില ആളുകളുടെ തലയിലിടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന കുറെ പ്രസംഗം സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു എന്ന്. അയാൾ ഒപ്പം നടന്ന് ദീനിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന തഖ്വയും ത്വരീഖത്തൊക്കെ പറഞ്ഞ് ശറഇൽ വറഅ് വേണ്ടെന്നും പറഞ്ഞ് വലിയ ശൈഖുന ഗ്ലോബൽ വില്ലേജ് പോയിട്ട് മുണ്ടെടുക്കാൻ കഴിവില്ലാത്ത പാവം യൂറോപ്യർ, ഒരു മുണ്ട് വാങ്ങാനോ പാവാട വാങ്ങാനോ കഴിയാത്ത പാവം യൂറോപ്യർ തുരുതുരാ നടന്നുകൊണ്ടിരിക്കുന്ന ദുബൈയിലെ ഗ്ലോബൽ വില്ലേജിൽ വലിയ ഷെയ്ഖ് വറഇന്റെ ആള് പോയിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുമ്പോ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രസംഗിച്ച ചില ക്ലിപ്പുകൾ ഉസ്താദുമാരത് അത് വെട്ടിയെടുത്തിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടതുകൊണ്ടാണ് മൂപ്പരാൾ ഇങ്ങനെ പെണ്ണിനെ കൊന്നത് എന്ന് പറഞ്ഞ് ആണത്തം പണയം വെക്കുന്ന ചില പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ചാനലുകാരുടെ അധർമ്മം പോലെ വിമർശിക്കപ്പെടേണ്ടതാണ് ഇതും. തന്റെ ഇടത്തോടെ ഏറ്റെടുക്കണം. എന്നിട്ട് ഓരോരുത്തർ ഈ ഷവ്വാലോട് കൂടെ അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ എല്ലാ ഉലമാക്കളെയും വഴക്കും പറഞ്ഞടക്കുന്ന വേറൊരുത്തൻ മരിവ് പോലും നിസ്കരിക്കാതെ വിമർശിക്കപ്പെട്ടത്, എനിക്ക് അതിന്റെ വസ്തുത അറിയില്ല. വിമർശിക്കപ്പെട്ടതനുസരിച്ച് പറയുകയാണെങ്കിൽ കടപ്പുറത്ത് വേറൊരാൾ വലിയ മഹാൻ ജയിലിൽ ഒരു 1.5 ഷവ്വാൽ